നമ്മൾ നോക്കാൻ പോകുന്നത് 27/7/2024 PSC നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 94/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. അപ്പം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? അത് 1924. ചാന്നാർ ലഹള വർഷം എന്നാണ്? ചാന്നാർ ലഹള അത് 1859. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം എന്നാണ്? അത് 1936. മലബാർ കലാപം നടന്ന വർഷം? അത് 1921. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ഇത് ശരിയാണോ? ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ഇത് തെറ്റാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ശരിയാണോ? അത് ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 3, 4 മാത്രമാണ്. അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്? അത് 1919 ഏപ്രിൽ 13 കേട്ടോ. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1919 ഏപ്രിൽ 13 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിയത് ഗാന്ധിജിയാണ്. ഇനി ഗാന്ധിജി എന്നാണ് വെടിയേറ്റ് മരിച്ചത്? അത് 1948 ജനുവരി 30 കേട്ടോ. 1948 ജനുവരി 30 ഗാന്ധിജി മരിച്ചിരിക്കുന്നു, എന്നാൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന കാലം വരെയും കടലിരുമ്പുന്ന കാലം വരെയും ഗാന്ധിസം നിലനിൽക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒന്നുകൂടെ വായിക്കാം. ഗാന്ധിജി മരിച്ചിരിക്കുന്നു, എന്നാൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന കാലം വരെയും കടൽ ഇരുമ്പുന്ന കാലം വരെയും ഗാന്ധിസം നിലനിൽക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? പ്രസ്താവന വായിക്കാം. 1949 ഇത് സ്ഥാപിതമായത്. ശരിയാണോ? ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. അത് തെറ്റാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ശരിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായി ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഒന്നുകൂടെ പറയാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇത് തെറ്റാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 4 മാത്രമാണ് ബന്ധമില്ലാതെ വരുന്നത്. ഇനി നാറ്റോ സ്ഥാപിതമായ വർഷം എന്നാണ്? നാറ്റോ സ്ഥാപിതമായത് അത് 1949 ഏപ്രിൽ 4 കേട്ടോ. 1949 ഏപ്രിൽ 4 നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നാറ്റോയുടെ ആസ്ഥാനം അത് ബ്രസൽസ് ആണ് കേട്ടോ. നാറ്റോയുടെ ആസ്ഥാനം പറയുന്നത് ബ്രസൽസ്. നാറ്റോയിൽ ഏറ്റവും ഒടുവിലായ അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അത് സ്വീഡൻ ആണ് കേട്ടോ. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ് ഇപ്പോഴത്തെ? നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അത് മാർക്ക് റൂട്ടെ ആണ് കേട്ടോ. മാർക്ക് റൂട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഒന്നുകൂടെ പറയാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്. ശരിയാണ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ. അതും ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ. അത് തെറ്റാണ്. ലോങ് മാർച്ച്
മാവോ സേത്തുങ്, അത് ശരിയാണോ? ലോങ് മാർച്ച് മാവോ സേത്തുങ്, അത് ശരിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ശരിയായിട്ടുള്ളത് റോബസ്പിയർ, ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VI ലെനിൻ, ലോങ് മാർച്ച് മാവോ സേത്തുങ്. ഇനി നിയമങ്ങളുടെ അന്തസത്ത അഥവാ ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നിയമങ്ങളുടെ അന്തസത്ത അഥവാ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതിയുടെ കർത്താവ് അത് മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ, മൊണ്ടസ്ക്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. ശരിയാണ്. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായി ഖിദ്മത്കാർ എന്ന സംഘടന രൂപീകരിച്ചു. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായി ഖിദ്മത്കാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ് കേട്ടോ. ഇനി ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ആരാണെന്ന് ചോദിച്ചാലും അത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? പ്രസ്താവന വായിക്കാം. ഇത് രൂപീകരിച്ചത് 1953 ശരിയാണോ? ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അത് തെറ്റാണ്. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഇത് ശരിയാണോ? അത് ശരിയാണ്. ഇനി ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അതും ശരിയാണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇത് രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. പിന്നെന്താണ്, ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് ഇത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. എന്താണ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അത് ഫസൽ അലിയാണ്, ഫസൽ അലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1 പറയുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അത് ശരിയാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അത് തെറ്റാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗൃഹ വാതകമാണ്. എന്താണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്? ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ബാക്കി രണ്ടും തെറ്റാണ്. ഒന്നുകൂടെ പറയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഇത് ശരിയാണോ? അത് തെറ്റാണ്. ഇനി നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അത് ശരിയാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇത് ശരിയാണ്. ഈ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ അവസാദ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് അത് ആഗ്നേയ ശിലയാണ് കേട്ടോ. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ശിലയാണ് കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻ വായിക്കാം. ബെൻഗോല പ്രവാഹം, ഓപ്ഷൻ ബി കുറേഷ്യ പ്രവാഹം, ഓപ്ഷൻ സി ഗൾഫ് സ്ട്രീം, ഓപ്ഷൻ ഡി അഗുൽഹസ് പ്രവാഹം. ഏതാണ്? അത് ഓപ്ഷൻ ഡി അഗുൽഹാസ് പ്രവാഹമാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം കേട്ടോ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം ഉണ്ട്. പിന്നെന്താണ്? ദക്ഷിണ മധ്യരേഖ പ്രവാഹം, അഗുൽഹസ് പ്രവാഹം. ഒന്നുകൂടെ പറയാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം,
അഗുൽഹസ് പ്രവാഹം. ഇതൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇനി ശീതജല പ്രവാഹം ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും പശ്ചിമവാത പ്രവാഹവും ഉണ്ട് കേട്ടോ. ശീതജല പ്രവാഹം ഏതൊക്കെയാണെന്ന് വെച്ചാൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും പശ്ചിമവാത പ്രവാഹവും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതല്ല? പ്രസ്താവന വായിക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അത് ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളം ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. ഇനി ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. ശരിയാണോ? അതും തെറ്റാണ്. ഇനി അടുത്ത പ്രസ്താവന പറയുന്നത് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇത് ശരിയാണോ? അത് ശരിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളൊന്നായ കൂടംകുളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളിലൊന്നായ കൂടംകുളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്. ഇനി ഗുജറാത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിന്റെ തലസ്ഥാനം അത് ഗാന്ധിനഗർ ആണ് കേട്ടോ. ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദിൽ നിന്ന് നഗറിലേക്ക് മാറ്റിയ വർഷം അത് 1970-ലാണ് കേട്ടോ. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദിൽ നിന്നും നഗറിലേക്ക് മാറ്റിയ വർഷമാണ് 1970. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സൈക്ലോൺ, ഓപ്ഷൻ ബി വില്ലിസ്, ഓപ്ഷൻ സി ടൈഫൂൺ, ഓപ്ഷൻ ഡി ഹരിക്കെയിൻ. ഏതാണ്? അത് ഓപ്ഷൻ ഡി ഹരിക്കെയിൻ ആണ് കേട്ടോ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വെസ്റ്റ് ഇൻഡീസും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഉണ്ടാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് ഹരിക്കെയിൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വെസ്റ്റ് ഇൻഡീസും മെക്സിക്കോയും ഉൾപ്പെടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മേഖലകൾ ഉണ്ടാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിക്കെയിൻ ആണ് കേട്ടോ. ഹരിക്കെയിന്റെ തീവ്രത രേഖപ്പെടുത്തുന്ന സ്കെയിൽ ഏതാണ്? ഹരിക്കെയിനിന്റെ തീവ്രത രേഖപ്പെടുത്തുന്ന സ്കെയില് അത് സാഫിർ സിംസൺ സ്കെയില്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ വായിക്കാം. NW1, NW2, NW3, NW4. അത് ഓപ്ഷൻ സി NW3 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ചൈന, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. ഏതാണ്? അത് ഓപ്ഷൻ ബി സൗദി അറേബ്യ ആണ് കേട്ടോ. സൗദി അറേബ്യ. ഇനി 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷങ്ങളുടെ വേദി എവിടെയാണ്? 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം അത് ദക്ഷിണ കൊറിയ ആണ്. ദക്ഷിണ കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കേട്ടോ. 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ എന്താണ് പറയാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അത് ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഭക്ഷ്യവിളകൾ തന്നിരിക്കുന്നത് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ. 1ാം സ്ഥാനത്ത് ഏതാണ്? 1ാം സ്ഥാനത്ത് നെല്ലാണ്. 2ാം സ്ഥാനത്ത് ഏതാ വരുന്നത്? അത് ഗോതമ്പാണ്. 3ാം സ്ഥാനത്ത് വരുന്നത് അത് ചോളമാണ്. 4ാം സ്ഥാനത്ത് വരുന്നത് പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ. പയറുവർഗ്ഗങ്ങള്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2022-23 കണക്കുകൾ പ്രകാരം
ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം നെല്ല്, 2-ാം സ്ഥാനം ഗോതമ്പിനും, 3-ാം സ്ഥാനം ചോളം, 4-ാം സ്ഥാനം പയറുവർഗത്തിനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അത് ശരിയാണ്. പ്രസ്താവന 2 പറയുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അതും ശരിയാണ് കേട്ടോ. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പ്രസ്താവന 2 പറയുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? അപ്പം ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ബാങ്ക് ദേശസാൽക്കരണം എന്ന വർഷം? 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969-ലും 2-ാം ഘട്ടം വരുന്നത് 1980-ലുമാണ് കേട്ടോ. ഇനി ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം. അത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ്. ഇനി 500, 1000 നോട്ടുകളുടെ നിരോധനം എന്നാണ് വർഷം? അത് 2016 നവംബർ 8-ആണ് കേട്ടോ. 2016 നവംബർ 8-നാണ്. ഇനി ഭൂപരിഷ്കരണം അത് 1957-ലാണ് കേട്ടോ. 1957. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം 1950 മാർച്ച് 15, ഭൂപരിഷ്കരണം 1957, പിന്നെ ബാങ്ക് ദേശസാൽക്കരണം 1969, 500, 1000 നോട്ടുകളുടെ നിരോധനം 2016. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയാണ്. പ്രസ്താവന 2 പറയുന്നത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഒന്നുകൂടെ പറയാം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് കേട്ടോ. പ്രസ്താവന 2 എന്ന് പറയുന്നത് പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഇനി സംരംഭം പറയാം. അടൽ ഇന്നോവേഷൻ മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ബി ആണ്. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. ഇനി രണ്ടാമത്തത് മെഥനോൾ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. ഇനി സഹകരണ ഫെഡറലിസം വരുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കേട്ടോ. ഇനി ശൂന്യ ക്യാമ്പയിൻ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. മെഥനോൾ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ സഹകരണ ഫെഡറലിസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇനി ശൂന്യ ക്യാമ്പയിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ. 18 സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന 1 പറയുന്നത് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. അടുത്ത പ്രസ്താവന പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന 1 പറയുന്നത്
സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പ്രസ്താവന 3 പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. 4-മത്തെ പ്രസ്താവന ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 4ഉം തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക കേട്ടോ. രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പ്രസ്താവന 1 പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. അത് ശരിയാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, അത് തെറ്റാണ്. ഇനി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, അത് ശരിയാണ്. 1946 ഓഗസ്റ്റ് 29-ന് ഈ സമിതി രൂപീകരിച്ചു, അത് തെറ്റാണ് കേട്ടോ. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട തീയതി? എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? അത് 1947 ഓഗസ്റ്റ് 29-നാണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലല്ലോ ഈ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? പ്രസ്താവന വായിക്കാം. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇനി വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. അടുത്ത പ്രസ്താവന 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചു. അത് ശരിയാണ്. ഇനി 1989-ലെ 62-ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ഇനി 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചു. സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? അനുച്ഛേദം 326 കേട്ടോ. 61-ാം ഭേദഗതി നിയമം പാസ്സാക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് രാജീവ് ഗാന്ധിയാണ്, രാജീവ് ഗാന്ധി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അതും ശരിയാണ്. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. ഒന്നുകൂടെ വായിക്കാം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. അത് തെറ്റാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ടോ? എന്നൂടെ പറയാം. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ടെന്ന്. അതും തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒന്നുകൂടെ പറയാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ
കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. മൻസുഖ് മാണ്ഡവ്യ, രണ്ടാമത്തത് ജി കിഷൻ റെഡ്ഡി, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഭൂപേന്ദർ യാദവ്. ആരാണ്? അത് ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് തൊഴിലുണ്ട്, യുവജനകാര്യമുണ്ട്, കായികമുണ്ട്. തൊഴില്, യുവജനകാര്യം, കായികം. ഇനി വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ അത് ഭൂപേന്ദർ യാദവ് ആണ് കേട്ടോ. ഭൂപേന്ദർ യാദവ്. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഭൂപേന്ദർ യാദവ് ആണ് കേട്ടോ. ഇനി റെയിൽവേ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതാരാണ്? റെയിൽവേ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അത് അശ്വനി വൈഷ്ണവ് ആണ്. അശ്വനി വൈഷ്ണവ്. ടൂറിസം, സംസ്കാരം ഒക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് കേട്ടോ. ടൂറിസവും സംസ്കാരവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും. പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. പെട്രോളിയം, പ്രകൃതിവാതകം ഇവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കൈകാര്യം ചെയ്യുന്നത്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാർ ആണ്. ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഭൂപേന്ദർ യാദവ് വനം, പരിസ്ഥിതി, കാലാവസ്ഥ, മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം, പിന്നെ അശ്വനി വൈഷ്ണവ് റെയിൽവേ, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ടൂറിസം, സംസ്കാരം, ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? പ്രസ്താവന വായിക്കാം. 15ാമത്തെ പ്രസിഡന്റ്. ശരിയാണ്. 14ാമത്തെ പ്രസിഡന്റ് ശരിയാണോ? അത് തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 15ാമത്തെ പ്രസിഡന്റ് ആണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ അത് ദ്രൗപദി മുർമു ആണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിതയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിത. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണർ. പിന്നെ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും അത് ദ്രൗപദി മുർമു ആണ്. ഒന്നുകൂടെ പറയാം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിത, കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണർ, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഓപ്ഷൻ വായിക്കാം. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറാഖ്, മൂന്നാമത്തത് ദക്ഷിണാഫ്രിക്ക, നാലാമത് പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്ക. ഏതാണ്? അത് ഓപ്ഷൻ അത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആണ് കേട്ടോ. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആണ്. 2025 റിപ്പബ്ലിക് ദിനം എത്രാമത്തെയാണ്? 2025 റിപ്പബ്ലിക് ഡേ അത് 76ാമത്തെ ആയിരുന്നു കേട്ടോ. 2025 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് 76ാമത്തെയും 75ാമത്തെ വാർഷികവുമായിരുന്നു കേട്ടോ. 75ാമത്തെ വാർഷികവുമായിരുന്നു 2025 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് കേട്ടോ. അന്നത്തെ മുഖ്യ അതിഥി ആരായിരുന്നു? 2025 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? അത് പ്രഭാബോ സുബിയാന്തോ ആണ് കേട്ടോ. പ്രഭാബോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? അത് ഇന്തോനേഷ്യ ആയിരുന്നു കേട്ടോ. ഇന്തോനേഷ്യ. ഇനി ഈ 2025 റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണ്? അത് രാമൻ രാജമന്നനാണ് കേട്ടോ. ഈ 2025 റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണെന്ന് വെച്ചാൽ രാമൻ രാജമന്നൻ. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ് കേട്ടോ.
ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതാണ്. ഒന്നുകൂടെ പറയാം, സുവർണ ഭാരതം പൈതൃകവും വികസനവും. ഇനി റിപ്പബ്ലിക് ദിന പരേഡില് കുംഭമേള പശ്ചാത്തലത്തിലുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത് കേട്ടോ. റിപ്പബ്ലിക് ദിന പരേഡില് കുംഭമേള പശ്ചാത്തലത്തിലുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. 2 കിട്ടിയത് ആർക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്? ഏത് സ്റ്റേറ്റിനാ? അത് ത്രിപുരയാണ് കേട്ടോ. രണ്ടാമത് കിട്ടിയത് ത്രിപുരയാണ്. അപ്പൊ അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് പൈതൃകവും വികസനവും എന്നതായിരുന്നു ത്രിപുരയുടെ വിഷയം. ഒന്നുകൂടെ പറയാം, ഒന്നാമത് കിട്ടിയത് UP ആണ്. അതിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ചാല് കുംഭമേളയാണ്. രണ്ടാമത് വരുന്നത് ത്രിപുരയാണ്. അവിടുത്തെ വിഷയം എന്ന് ചോദിച്ചാല് പൈതൃകവും വികസനവും എന്നതായിരുന്നു കേട്ടോ. പൈതൃകവും വികസനവും. തേർഡ് കിട്ടിയത് ആന്ധ്രാപ്രദേശിനാണ് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ് അവതരിപ്പിച്ചത്. തേർഡ് കിട്ടിയത് ആന്ധ്രാപ്രദേശ് മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ്. അപ്പൊ 1 ഉത്തർപ്രദേശ്, 2 ത്രിപുര, 3ാം സ്ഥാനം കിട്ടിയത് ആന്ധ്രാപ്രദേശ്. ഇനി DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാന്ന് വെച്ചാൽ അതേതാ? എന്താണ്? ഒന്നുകൂടെ പറയാം. DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാന്ന് വെച്ചാല് അത് പ്രളയ് ആണ് കേട്ടോ. പ്രളയ്. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാല് അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. സ്നേഹ സ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? പ്രസ്താവന വായിക്കാം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. രണ്ടാമത്തെ പ്രസ്താവന കുഷ്ഠരോഗികൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. നാലാമത് പറയുന്നത് സിക്കിൾ സെൽ അനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം. ഏതാണ്? അത് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സ്വാന്തനം എന്ന് പറയുന്നത്. എന്താണ് ശലഭം പദ്ധതി? അത് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആശാധാര പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള? ആശാധാര അത് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ എന്നിവ ബാധിച്ച രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ആശാധാരയാണ് കേട്ടോ. ആശാധാര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1 പറയുന്നത് പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അത് ശരിയാണ്. പോക്സോ നിയമത്തിലെ 27ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. അതും ശരിയാണ്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത്. അതും ശരിയാണ്. ഇനി 4ാമത്തെ പ്രസ്താവന വരുന്നത് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. അത് തെറ്റാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? പ്രസ്താവന വായിക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. ഒന്നുകൂടെ വായിക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. ഇത് ശരിയാണ്. ഇനി OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം അത് തെറ്റാണ്. ഇനി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി
അത് ശരിയാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. അത് തെറ്റാണ്. അപ്പൊ വാത്സല്യനിധി പദ്ധതി എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? പ്രസ്താവന വായിക്കാം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. ശരിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗങ്ങളിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അത് ശരിയാണ്. ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. അത് തെറ്റാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. അതും തെറ്റാണ്. അപ്പം വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. എന്താണ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് കേട്ടോ. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചിന്താ ജെറോം, എം ഷാജർ, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, എം സ്വരാജ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് എം ഷാജർ ആണ് കേട്ടോ. എം ഷാജർ. അപ്പം കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാല് അത് എം ഷാജർ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി, ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, മൂന്നാമത്തേത് പറയുന്നത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ. ആരാണ്? അപ്പം ഇപ്പോഴത്തെ ആരാണെന്ന് ചോദിച്ചാല് അത് നിതിൻ മധുകർ ജാംദർ ആണ് കേട്ടോ. നിതിൻ മധുകർ ജാംദർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ അന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. രണ്ട് ശരിയാണെന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവന വായിക്കാം. വെള്ള നിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. അത് ശരിയാണ്. പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അത് തെറ്റാണ്. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അത് ശരിയാണ്. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു. അത് തെറ്റാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. വെള്ള നിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം പറയുന്നത് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഇനി പച്ച പറയുന്നത് നേരിയത് അല്ലെങ്കിൽ മിതമായ മഴ ഈ സമയത്തും മുന്നറിയിപ്പില്ല കേട്ടോ. എന്താണ്? നേരിയത് മിതമായ മഴ ഈ സമയത്തും മുന്നറിയിപ്പില്ല. ഇനി മഞ്ഞ പറയുന്നത് ശക്തമായ മഴ നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക. എന്താണ്? മഞ്ഞ പറയുന്നത് ശക്തമായ മഴ നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക. ഓറഞ്ച് നിറമാണെങ്കിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ ജാഗ്രത പാലിക്കുക. എന്താണ്? ഓറഞ്ച് പറയുന്നത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴ ജാഗ്രത പാലിക്കുക, കരുതിയിരിക്കുക. ഇനി ചുവപ്പ് പറയുന്നത് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ്, സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. ചുവപ്പ് പറയുന്നത് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ്, സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. ഒരു ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഓപ്ഷൻ വായിക്കാം. സ്നായുക്കൾ, ഓപ്ഷൻ ബി രക്തം, ഓപ്ഷൻ സി തരുണാസ്ഥി, ഓപ്ഷൻ ഡി ടെൻഡൻ. ഏതാണ്? അത് ഓപ്ഷൻ ഡി ടെൻഡൻ ആണ് കേട്ടോ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണെന്ന് ചോദിച്ചാല് അത് ടെൻഡൻ ആണ്. ടെൻഡൻ.
ഒരു പേശീകോശത്തിന്റെ ധർമ്മപരമായ അടിസ്ഥാന യൂണിറ്റ് ആണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. ഒരു പേശീകോശത്തിന്റെ ധർമ്മപരമായ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ അതാണ് സാർക്കോമിയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ഓപ്ഷൻ വായിക്കാം, നാഷണൽ പാർക്കുകൾ, ഓപ്ഷൻ ബി വന്യജീവി സങ്കേതങ്ങൾ, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവ്, ഓപ്ഷൻ ഡി കാവുകൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ വായിക്കാം, തരുണാസ്തി, ഓപ്ഷൻ ബി ടെൻഡൻ, ഓപ്ഷൻ സി നാരുകല, ഓപ്ഷൻ ഡി രക്തം. അത് ഓപ്ഷൻ ഡി രക്തമാണ് കേട്ടോ, രക്തം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻ വായിക്കാം, വൃക്കകൾ, ഓപ്ഷൻ ബി കരള്, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി പാൻക്രിയാസ്. ഏതാണ്? അത് ഓപ്ഷൻ ബി കരളാണ്. എന്താണ്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തു ആയ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏതാണെന്ന് വെച്ചാല് അത് ഓപ്ഷൻ ബി കരളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ഓപ്ഷൻ വായിക്കാം, ഓപ്ഷൻ എ ക്രെറ്റിനിസം, ഓപ്ഷൻ ബി മിക്സഡിമ, ഓപ്ഷൻ സി അക്രോമെഗലി, ഓപ്ഷൻ ഡി ഭീമാകാരത്വം. അത് ഓപ്ഷൻ സി അക്രോമെഗലിയാണ് കേട്ടോ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് അക്രോമെഗലിയാണ്, അക്രോമെഗലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം, ലൈസോസൈം, ഓപ്ഷൻ ബി സലൈവറി അമിലേസ്, ഓപ്ഷൻ സി പെപ്സിൻ, ഓപ്ഷൻ ഡി ലിപ്പേസ്. ഏതാണ്? അത് ഓപ്ഷൻ എ ലൈസോസൈം ആണ്, ലൈസോസൈം. വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാണ്? അത് 3 ജോഡിയാണ് കേട്ടോ, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? അത് ഓപ്ഷൻ ബി മിഠായി ആണ് കേട്ടോ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാല് അത് മിഠായി ആണ്. എന്താണ് ആർദ്രം പദ്ധതി? ആർദ്രം അത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അതാണ് ആർദ്രം പദ്ധതി. ഇനി ഹൃദ്യം പദ്ധതി എന്താണ്? ഹൃദ്യം അത് ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ഹൃദ്യം പദ്ധതിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ വായിക്കാം, സ്വീഡൻ, ഓപ്ഷൻ ബി സൗത്ത് കോട്ട് ഡി ഐവറി, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഏതാണ്? അത് ഓപ്ഷൻ ഡി സൗദി അറേബ്യ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഇവിടെ ജി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും തന്നിട്ടുണ്ട്. ഓപ്ഷൻ വായിക്കാം, 1 ജൂള്, ഓപ്ഷൻ ബി 0.2 ജൂള്, ഓപ്ഷൻ സി 2 ജൂള്, ഓപ്ഷൻ ഡി 10 ജൂള്. ഏതാണ്? അത് ഓപ്ഷൻ സി 2 ജൂൾ ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി MGH, അതായത് 0.2 ഇൻറ്റു 10 ഇൻറ്റു 1, അങ്ങനെ 2 ജൂള്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ വായിക്കാം, ഓപ്ഷൻ എ പ്രകീർണം, ഓപ്ഷൻ ബി വിസരണം, ഓപ്ഷൻ സി പൂർണ്ണാന്തരിക പ്രതിഫലനം, ഓപ്ഷൻ ഡി അപവർത്തനം. അത് ഓപ്ഷൻ ഡി അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് അപവർത്തനമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. ഓപ്ഷൻ വായിക്കാം, 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി -273 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 32 ഡിഗ്രി സെൽഷ്യസ്. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ
സെൽഷ്യസ് സ്കെയിലിലെ താപനില. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ C = F - 32 × 5/9. എന്നിട്ട് F = 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സെപ്റ്റംബർ 23, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23, ഓപ്ഷൻ സി ജൂലൈ 14, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 14. അത് ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23 ആണ് കേട്ടോ, ഓഗസ്റ്റ് 23. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗഗൻയാൻ, ഓപ്ഷൻ ബി ശുക്രയാൻ 1, ഓപ്ഷൻ സി ആദിത്യ L1, ഓപ്ഷൻ ഡി മംഗൾയാൻ 2. ഏതാ? അത് ഓപ്ഷൻ സി ആദിത്യ L1 ആണ് കേട്ടോ, ആദിത്യ L1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 3:1, ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് 1:3, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:2. ഏതാണ്? അത് ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആണ് കേട്ടോ. രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാല് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 ആണ് കേട്ടോ. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പാല്, ഓപ്ഷൻ ബി സോഡിയം അമാൽഗം, ഓപ്ഷൻ സി കഞ്ഞിവെള്ളം, ഓപ്ഷൻ ഡി ചളിവെള്ളം. ഏതാണ്? അത് ഓപ്ഷൻ ബി സോഡിയം അമാൽഗമാണ് കേട്ടോ, സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് അത് ഓപ്ഷൻ ബി സോഡിയം അമാൽഗമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ വായിക്കാം. സിങ്ക് കാർബണേറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. ഏതാ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? അത് ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ് ആണ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അത് സിങ്ക് ആണ് കേട്ടോ. എലിവിഷം രാസപരമായി അറിയപ്പെടുന്ന പേരെന്താണ്? എലിവിഷം രാസപരമായി അറിയപ്പെടുന്ന പേര് അത് സിങ്ക് ഫോസ്ഫൈഡ് ആണ്, സിങ്ക് ഫോസ്ഫൈഡ് ആണ് കേട്ടോ. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തം ഏതാണ്? വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തം അത് സിങ്ക് സൾഫേറ്റ് ആണ് കേട്ടോ. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന സിങ്ക് സംയുക്തം ഏതാണെന്ന് വെച്ചാൽ അത് സിങ്ക് സൾഫേറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ക്ലിക്ക് കെമിസ്ട്രി, ഓപ്ഷൻ ബി ക്വാർക്കുകൾ, ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്, ഓപ്ഷൻ ഡി പോസിട്രോൺ. ഏതാണ്? അത് ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ഇനി 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2024 വൈദ്യശാസ്ത്ര നോബൽ അത് മൈക്രോ RNA കണ്ടെത്തലിനാണ് കേട്ടോ, മൈക്രോ RNA കണ്ടെത്തലിനാണ്. ഭൗതിക ശാസ്ത്രം എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? അത് AI അടിസ്ഥാനമായിട്ടുള്ള മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ചതിനാണ് കേട്ടോ. AI അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ചതിനാണ്. 2024 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് വിഷയം എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ആണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഓർമ്മയോടുണ്ട്, രസതന്ത്ര നോബൽ ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീനും ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക്. എന്താണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് രസതന്ത്ര നോബൽ ലഭിച്ചത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒന്നുകൂടെ പറയാം, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അത് ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസമാണ് കേട്ടോ, ഖസാക്കിന്റെ ഇതിഹാസം.
കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻ വായിക്കാം. പൂരക്കളി, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി സർക്കസ്, ഓപ്ഷൻ ഡി ചവിട്ട് നാടകം. ഏതാ? അത് ഓപ്ഷൻ സി സർക്കസ് ആണ്, സർക്കസ്. ഈ വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട കലാരൂപം ഏതാണ്? വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട കലാരൂപം അത് കഥകളിയാണ്. കളരിമുറയും ആചാര അനുഷ്ഠാനങ്ങളും ഒത്തുചേർന്ന ഒരു അനുഷ്ഠാന കല ഏതാണ്? കളരിമുറയും ആചാര അനുഷ്ഠാനങ്ങളും ഒത്തുചേർന്ന ഒരു അനുഷ്ഠാന കല ഏതാണെന്ന് വെച്ചാൽ അത് പൂരക്കളിയാണ് കേട്ടോ. കളരിമുറയും ആചാര അനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന ഒരു അനുഷ്ഠാന കല ഏതാണെന്ന് വെച്ചാൽ അത് പൂരക്കളിയാണ്, പൂരക്കളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായർ, ഓപ്ഷൻ ബി അപ്പുക്കുട്ടൻ നായർ, ഓപ്ഷൻ സി കെ നീലകണ്ഠൻ, ഓപ്ഷൻ ഡി കുട്ടിക്കൃഷ്ണമാരാർ. അത് ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേ ഭാഗ്യമുള്ളോർ ഇതിനെ പഠിച്ചോവർ. ഏതു കൃതിയിലെ വരികളാണിവ? ഓപ്ഷൻ വായിക്കാം. മാപ്പിള രാമായണം, ഓപ്ഷൻ ബി കണ്ണശ രാമായണം, ഓപ്ഷൻ സി മുഹീദ്ദീൻ മാല, ഓപ്ഷൻ ഡി നൂൽമാല. ഒന്നുകൂടെ പറയാം. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോർ ഇതിനെ പഠിച്ചോവർ. അത് ഓപ്ഷൻ സി മുഹീദ്ദീൻ മാലയാണ് കേട്ടോ, മുഹീദ്ദീൻ മാല. അറബി മലയാള സാഹിത്യത്തില് കണ്ടെടുക്കപ്പെട്ട ആദ്യ കാവ്യം ഏതാണെന്ന് വെച്ചാൽ അത് മുഹീദ്ദീൻ മാലയാണ്. എന്താണ്? അറബി മലയാള സാഹിത്യത്തില് കണ്ടെടുക്കപ്പെട്ട ആദ്യ കാവ്യം ഏതാണെന്ന് വെച്ചാല് അത് മുഹീദ്ദീൻ മാലയാണ് കേട്ടോ, മുഹീദ്ദീൻ മാല. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഖാസി മുഹമ്മദ് ആണ് കേട്ടോ, ഖാസി മുഹമ്മദ് ആണ് മുഹീദ്ദീൻ മാല രചിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് പൊറ്റക്കാടിന്റെ രചനയാണ്. ഓപ്ഷൻ വായിക്കാം. ഒരു തെരുവിന്റെ കഥ, ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ, ഓപ്ഷൻ സി വിശ്വകന്യക, ഓപ്ഷൻ ഡി ഒരു പാതിരാസൂര്യന്റെ നാട്ടിൽ. ഏതാണ്? അത് ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് പൊറ്റക്കാടിന്റെ രചന ഏതാണെന്ന് വെച്ചാല് അത് ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥയാണ്. എന്നാണ് എസ് പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്? വർഷം? അത് 1980 കേട്ടോ. 1980 എസ് പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താര. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നിഹാൽ സരീൻ, ഓപ്ഷൻ ബി കൊനേരു ഹംപി, ഓപ്ഷൻ സി വിശ്വനാഥൻ ആനന്ദ്, ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. ആരാ? അത് ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദയാണ്. എന്താണ്? 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാല് അത് ആർ പ്രജ്ഞാനന്ദയാണ് കേട്ടോ. ഇനി 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അത് ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ, ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ചാൽ അത് ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. ഇന്ത്യയുടെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് വെച്ചാല് അത് ദിവ്യ ദേശ്മുഖ് ആണ്. ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയാണ്. എന്താണ്? ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ആരായിരുന്നു 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിലെ റണ്ണറപ്പ്? ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാല് അത് കൊനേരു ഹംപിയാണ് കേട്ടോ, കൊനേരു ഹംപി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തീര സംരക്ഷണ സേന, ഓപ്ഷൻ ബി KSEB, ഓപ്ഷൻ സി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രം. അത് ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. എന്താണ് ഈ മൺസൂൺ ക്രോക്ക് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്നത്? അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് കേരളത്തിലെ തവളകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന 4 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഒന്നുകൂടെ പറയാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് കേരളത്തിലെ തവളകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന 4 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബൈറ്റ്, കിലോ ബൈറ്റ്,
മെഗാബൈറ്റ് ഡാഷ് അത് കഴിഞ്ഞിട്ട് ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഒന്നുകൂടെ പറയാം. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. അത് ഓപ്ഷൻ ബി ജിഗാബൈറ്റ് ആണ് കേട്ടോ. ജിഗാബൈറ്റ്. 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് എത്ര മെഗാബൈറ്റ് ആണ്? 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ് കേട്ടോ. 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ജിഗാബൈറ്റ്. ഒരു ജിഗാബൈറ്റ്. ഇനി 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് അതെന്താണ്? ഒരു ടെറാബൈറ്റ്. എന്താണ്? 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെറാബൈറ്റ്. ഒന്നുകൂടെ പറയാം. 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെറാബൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. പ്രസ്താവന പറയാം. എഡ്ജ്, മൈക്രോസോഫ്റ്റ്. ശരിയാണോ? ശരിയാണ്. ഫോട്ടോഷോപ്പ്, മൈക്രോസോഫ്റ്റ്. അത് തെറ്റാണ്. തെറ്റാ. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിൾ. അത് ശരിയാണ് കേട്ടോ. അത് ശരിയാണ്. ആൻഡ്രോയിഡ്, ഗൂഗിള്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് എഡ്ജ്, മൈക്രോസോഫ്റ്റ് ആണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ് ആണ്. പിന്നെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആപ്പിൾ വികസിപ്പിച്ചതാണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ കമ്പനിയാണ് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻസ്റ്റഗ്രാം, ഓപ്ഷൻ ബി ടെലഗ്രാം, ഓപ്ഷൻ സി ഫേസ്ബുക്ക്, ഓപ്ഷൻ ഡി വാട്സാപ്പ്. ഏതാണ്? അത് ഓപ്ഷൻ ബി ടെലഗ്രാം ആണ് കേട്ടോ. മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടെലഗ്രാം ആണ്. ടെലഗ്രാം. മെറ്റ ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ്, ത്രെഡ്സ്. ഒന്നുകൂടെ പറയാം. മെറ്റ ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ത്രെഡ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡീപ്പ് ഫേക്ക് എന്നാൽ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ഓപ്ഷൻ സി ഒരു കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഒരു ഉപകരണമാണ്. ഏതാ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഡീഫേക്ക് എന്നാല് അത് ഓപ്ഷൻ ബി ആണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിലെ ഗവർണർ, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ആരാണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? അത് ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ ആണ് കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ഘടന എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും. ഒന്നുകൂടെ പറയാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ഘടന എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ. അപ്പം ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങൾ, ഓപ്ഷൻ ബി ഗതാഗതം, ഓപ്ഷൻ സി വാർത്താ വിതരണം, ഓപ്ഷൻ ഡി ഇൻഷുറൻസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങളാണ് കേട്ടോ. നിസ്വാർത്ഥ സേവനങ്ങളാണ് ഉൾപ്പെടാത്ത സേവനം എന്ന് പറയുന്നത്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് 2020 ജൂലൈ 20-നാണ്. എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ചാൽ അത് 2020 ജൂലൈ 20-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവയിൽ ഏതാണ് പട്ടിക വർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇവയിൽ ഏതാണ് പട്ടിക വർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ
ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ശരിയാണ്. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. അതും ശരിയാണ്. ഓപ്ഷൻ സി പറയുന്നത് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അത് തെറ്റാണ്. ഓപ്ഷൻ ഡി പറയുന്നത് പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അത് ശരിയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. വർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക, പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക, പിന്നെന്താണ് പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ, രാഷ്ട്രപതിക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ വായിക്കാം. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നത് സാമ്പത്തിക ചൂഷണം. ഓപ്ഷൻ ഡി പറയുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അപ്പൊ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാമാണ് കേട്ടോ. അപ്പം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. ഇവയെല്ലാം എന്താണ്? ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം? അത് 2012 ഓപ്ഷൻ എ 2012. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്യാൻസൽ ആക്കി. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് വെച്ചാല് അത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിജയ് കിഷോർ രഹത്കർ, ഓപ്ഷൻ ബി പി സതീദേവി, ഓപ്ഷൻ സി രേഖ ശർമ്മ, ഓപ്ഷൻ ഡി ഖുഷ്ബു സുന്ദർ. ആരാണ്? അത് ഓപ്ഷൻ എ വിജയ് കിഷോർ രഹത്കർ ആണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? ദേശീയ വനിതാ കമ്മീഷൻ അത് 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? അത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നിർഭയ ഭവൻ ആണ് കേട്ടോ. നിർഭയ ഭവൻ. നമ്മള് 70 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു.